ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള 5 പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ലിപ് ലൈനർ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആൻഡ് ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ്. നമുക്ക് ചേരാത്ത എല്ലാ ലിപ്സ്റ്റിക്സും ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് ചേരുന്ന പെർഫെക്റ്റ് ഷെയ്ഡ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. സോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് പൗച്ചിൽ എന്തായാലും ഈ ഒരു ബ്രൗൺ ലിപ് ലൈനർ വേണം. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പർപ്പിൾ കളർ ബ്ലഷ് ആണ്. നമ്മൾ ഡസ്കി സ്കിൻ ടോൺസിന് ഭയങ്കര കോംപ്ലിമെൻറ്റിംഗ് ആണ് ഈ പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ബ്ലഷസ്. ഈ ഒരു ബ്ലഷ് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ആണ്. അഫോർഡബിൾ റേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബ്ലഷ് ആണ്. ഇതിന് അണ്ടർ 100 റുപ്പീസ് ആണ്, ഒരു 90 റുപ്പീസ് എന്തേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഷെയ്ഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആണ്. നെക്സ്റ്റ് വൺ ഞാൻ എപ്പോഴും പറയുന്ന പ്രോഡക്റ്റ് ആണ് ഒരു ഐബ്രോ പെൻസിൽ. അതും ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് മാത്രമേ ചൂസ് ചെയ്യാവൂ. ആൻഡ് ഇത് വന്നിട്ട് മാഴ്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ സ്പൂളി വരുന്നുണ്ട് ആൻഡ് ഒരു സൈഡിൽ ഈ പെൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വരയ്ക്കുക ആൻഡ് ബാക്ക് കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈസിയാണ്, എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഭയങ്കരമായിട്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അതൊരു കൺസീലർ പാലറ്റ് ആണ്. ആൻഡ് ഇത് വെച്ച് നിങ്ങൾക്ക് ഫേസ് ഫുൾ ബേസ് മേക്കപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഇത് വന്നിട്ട് എൻവൈബയുടെ പാലറ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 ഡീപ് ദിവ. ഈ ഒരു ഷെയ്ഡ് ഡസ്കി സ്കിൻ ടോൺസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൽ ഓറഞ്ച് കളർ കറക്റ്റിംഗ് ഷെയ്ഡുണ്ട്, ഗ്രീൻ കളർ കറക്റ്റിംഗ് ഷെയ്ഡുണ്ട്, പിന്നെ കോൺടോർ ചെയ്യാനുള്ള ഷെയ്ഡുണ്ട്, പിന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പാലറ്റ് എന്തായാലും നിങ്ങളുടെ മേക്കപ്പ് പൗച്ചിൽ ഉണ്ടാവണം. ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ബനാന പൗഡറാണ്. ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺസിന് ബനാന പൗഡറാണ് നല്ലത്. ബിക്കോസ് അതിലൊരു യെല്ലോ ടിൻ്റ് ഉണ്ട്. അപ്പോൾ കോമ്പാക്ട് പൗഡറിൽ ഇനി ഷെയ്ഡ്സ് അന്വേഷിച്ച് നടക്കണ്ട. നമ്മുടെ ഡസ്കി സ്കിൻ ടോണിൽ ഈ ഒരു ബനാന പൗഡറിൽ ഒരു യെല്ലോ ടിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷെയ്ഡ് മാച്ച് ആവും. അത് ആഷി ആക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതായത് ഒരുമാതിരി വൈറ്റ് കളർ പൗഡർ ഇട്ട അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. ഇതിൽ യെല്ലോ ടിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആവും. പിന്നെ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഈ ഒരു ബനാന പൗഡർ മേടിക്കാം. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.